കറ്റയ്ക്കാണെങ്കിൽ ഒരു മൂർച്ചയില്ല. അമ്മേ വെള്ളം എടുത്ത് തന്നെ. വെള്ളം മാത്രം മതി എനിക്ക്. അതിൽ ബൂസ്റ്റോ ഹോർലിക്സോ വേണം. വേണമെങ്കിൽ എടുത്ത് കുടിക്കണേ. വെള്ളം ചോദിക്കാൻ വന്നിരിക്കുന്നു. അതിന് അമ്മ ഇതിന് എന്നോട് ചൂടാൻ നിൽക്കുന്നത്? ഞാനാണ് ഇതൊക്കെ വരുത്തി വെച്ചത്. അമ്മ തന്നെ ഓരോ മനക്കോട്ട കെട്ടി വെച്ചത്. അതിപ്പോ ഞാനെന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊക്കെ ഞാൻ ദേഷ്യപ്പെട്ട് എന്ത് കാര്യം? ആ ബ്രോക്കർ വിളിക്കില്ലേ ഇപ്പൊ? ഞാൻ അതുകൊണ്ട് എന്ത് മറുപടിയാ പറയാ? ഇന്ന് വരെ ഒരാളുടെ മുൻപിൽ ഞാൻ തലതാഴ്ത്തിയിട്ടില്ല. അയാൾ പറയില്ലേ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി റോഡ് സൈഡ് സ്ഥലം നോക്കാൻ പറഞ്ഞെന്നുള്ളത്? മരുമോളുടെ സ്വർണം കണ്ട് സ്ഥലം നോക്കാൻ പറഞ്ഞ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അതിന് ഞാൻ അറിഞ്ഞോ അവൾ ഇട്ടിട്ട് വന്നൊക്കെ ബുക്ക് വേണ്ടാണെന്ന്? അത്രയുണ്ട് മരുമോളുടെ കുടുംബ മഹിമ എന്ന് ഒരു വാക്ക് സൂചിപ്പിക്കുക ഞാൻ മുക്ക് കൊണ്ടിട്ടാ വരുന്നത് എന്നുള്ളത്. എന്നാ ഈ പടിമേട് കഴിച്ചോ ഞാനിവിടെ ഇല്ലാത്ത പൈസ അവിടെ നിന്ന് ഇവിടെ നിന്ന് കടം വാങ്ങി കല്യാണം നടത്തിയത്. എന്റെ ഈശ്വര, എനിക്ക് സഹിക്കാൻ വയ്യ അതൊക്കെ ഓർത്തിട്ട്. ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെ തല നോക്കി നടക്കും? അതിന് നാട്ടുകാർക്ക് അറിയോ? അവർ വിചാരിച്ചിരിക്കുന്നത് മുഴുവൻ ഗോൾഡ് ആണെന്നാ. ഇനിയിപ്പോ അമ്മ കെട്ടി ഒഴിച്ച് നാട്ടുകാരൊന്നും അറിയിക്കാൻ നിൽക്കണ്ട. അവരുടെ മുന്നിൽ തലയുയർത്തി നാളെ നടക്കാനുള്ളതാ. നാട്ടുകാരുടെ മുന്നിൽ തലയുയർത്തി നടന്നാൽ മാത്രം മതിയോ? കുടുംബത്തിൽ സമാധാനത്തിലാണ് ഇരിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞാലേ മാലമോളെ പെണ്ണ് കാണാൻ വരും. ആ ചെക്കനോ അവര് കുടുംബക്കാരോ മറ്റോ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ ആ കല്യാണം നടക്കുവോ? ആങ്ങളുടെ ഭാര്യ മുഴുവൻ ബുക്ക് കൊണ്ടുവിട്ടിട്ട് കൊണ്ടുവന്ന് പറഞ്ഞ അതിന് എല്ലാം ഗോൾഡ് ഒന്നല്ലല്ലോ. 20 പവന്റെ സ്വർണ്ണം അവളെ കയ്യിലിപ്പില്ലേ? അതിന് ഈ സമയത്ത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഈ 20 പവന് വേണ്ടി ഇത്രയും ദൂരം പെണ്ണെടുക്കണടോ? ഈ ചുറ്റുവട്ടിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ കെട്ടിയാ പോരെ? അല്ലെങ്കിൽ നീ അവളുടെ പുറകെ എത്ര നടന്ന പെൺകുട്ടിന്റെ പുറകെ? അവൾ കേട്ടാലും എനിക്ക് ഒരു പ്രശ്നമല്ല. അതിന് 35 പവൻ കൊണ്ടിൽ കല്യാണം കഴിച്ചു കൊടുത്തു. അതും പോയോ 15 പവൻ? ഈ 20 പവൻ പറഞ്ഞ എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടാ? 20 പ്രാവശ്യം അവളുടെ വീട്ടിൽ അങ്ങോട്ടും കൊണ്ട് പോയി വന്ന കഴിഞ്ഞില്ലേ? ആ കാറിൽ പെട്രോൾ അടിക്കാനുള്ള പൈസയല്ലേ ഉള്ളൂ. നീ കാർ തിരിച്ചു കൊടുക്ക്. വാടകയ്ക്ക് കാറും കൊണ്ട് മഹാറാണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നു. നീ എന്താ വിചാരിച്ചത്? അവളുടെ 10 പവൻ വിറ്റിട്ട് കാറ് വാങ്ങിക്കാന്നുള്ളത്? വലിയ കാറൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചു അല്ലേ? തിരിച്ചു കൊടുക്കടാ. ബസ്സിന് ബുക്കിങ് രണ്ടും കൂടെ. നാണം കെട്ടവൾ. എന്നിട്ട് എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഓ പഴം കഴിക്കണ്ട മോളെ, വയറിന് പ്രശ്നം വരും, പുഴുങ്ങിത്തരാം. അതിന് നമുക്ക് സത്യാവസ്ഥ അറിയില്ലായിരുന്നല്ലോ. ഇപ്പോഴല്ലേ കള്ളി വിളിച്ചതായത്. എനിക്കിപ്പോ അതൊന്നല്ല, സ്ഥലത്തിന്റെ കാര്യം ഓർത്തിട്ടാ ടെൻഷൻ. അല്ല, അവളുടെ അച്ഛനെ ഒരു 50 സെന്റ് എന്തോ ഭാഗം വെച്ച് കിട്ടാണ്ടെന്ന് പറഞ്ഞില്ലേ? അത് അവളുടെ അച്ഛൻ അമ്മേനോട് ശരിക്കും പറഞ്ഞു തന്നെയാണോ? അതോ അമ്മ തന്നെ ഊഹിച്ചെടുത്താണോ? മിണ്ടി പോകരുത് അവിടെ തന്തനെ കുറിച്ച്. ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ്. ചുറ്റ സ്ഥലങ്ങൾ അവരവർക്ക് അളന്നിട്ടിട്ടുണ്ട്. അതവിടെ ഭാഗമൊക്കെ അവിടെ തന്നെ കിടക്കുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവളുടെ മരവും കൂടി കണ്ടപ്പോ എന്റെ പൊന്നും മോനും ഊഹിച്ചു പോയതാടാ. 50 സെന്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു ചെക്കൻ ഈ പെണ്ണല്ലേ ഉള്ളൂ. പാതി വീതിച്ചാല് റോഡ് സൈഡിലെ 25 സെന്റ് സ്ഥലം ഉണ്ടാവുമല്ലോ എന്നുള്ളത്. ഈ ചതി അവർ നമ്മളോട് ചെയ്തതിന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇതിപ്പോ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോ വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് നാട്ടുകാരെയും കൂടെ കേൾപ്പിക്കാൻ നിൽക്കണ്ട. വെറുതെ നാളം കെടാൻ വേണ്ടിട്ട്. മാലമോളെ കല്യാണല്ലേ, അതിനെ കുറിച്ച് ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട. അവിടെ 20 പവൻ സ്വർണ്ണം എടുത്ത് വിറ്റിട്ടാണെങ്കിലും നമുക്ക് നന്നായിട്ട് നടത്താം. പിന്നെ വാങ്ങണ്ടേ? നമ്മളൊരു പറ്റിച്ചതല്ലേ? നീ ആദ്യം മഹാറാണിന്റെ അടുത്ത് താഴേക്കിന് വരാൻ പറയും. അടുക്കളയിൽ ഇഷ്ടം പോലെ പണിയുണ്ട്. ഇവിടെ ആരും സുഖിച്ചിരുന്ന് വാഴാന്ന് വിചാരിക്കണ്ട. നീ ഇവിടെ ഒന്നിരിക്കുകയാണോ? നിനക്കെന്താ അടുക്കളയിൽ പണിയൊന്നുമില്ല? അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, അതാ നല്ലത്. അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? എല്ലാവരും എന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാരും എന്നോട് ഇങ്ങനെ ചെയ്യണം? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് മുഴുവൻ ഞങ്ങളാണല്ലോ ചെയ്തത്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചത്. കല്യാണത്തിനുള്ള മുക്കൊണ്ട് മുഴുവൻ വാരി വലിച്ചിട്ട് വന്നിരിക്കുക, മനുഷ്യനെ പോട്ടനാക്കാൻ വേണ്ടിയിട്ട്. മുക്ക് കണ്ടോ? അപ്പൊ ഞാൻ ഇട്ടിട്ട് വന്ന 20 പവന്റെ സ്വർണ്ണമല്ല? അല്ലെങ്കിൽ നിങ്ങൾ എന്താ അതിനെ കുറിച്ചൊക്കെ ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്നത്? അന്ന് വരുമ്പോ എന്താ പറഞ്ഞത്? ഒരു തരി സ്വർണത്തിന്റെ ആവശ്യമില്ല, പെൺകുട്ടി മാത്രം മതിയെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് എവിടെ ഈ സ്വർണത്തിന്റെ കണക്കൊക്കെ വന്നിരിക്കുന്നത്? എടി, അങ്ങനെയാണെങ്കിലേ കയ്യിലുള്ളത് മാത്രം ഇട്ട് തരണം. അല്ലാണ്ട് കുറെ വാടകയ്ക്ക് റോൾഡ് ഗോൾഡ് എടുത്തിട്ട് കോടീശ്വരന്റെ മോളെ പോലെ ഇങ്ങനെ ഇറങ്ങി വരാൻ നിൽക്കരുത്, വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിട്ട്. നിനക്കൊരു സൂചനയും തന്നോടെ എനിക്ക്. അതുകൊണ്ടല്ലേ ഇവിടെ എല്ലാ പ്രശ്നം ഉണ്ടായത്. അതെ, എന്റെ കല്യാണത്തിന് ഞാൻ എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. അതിൽ ഞാൻ എത്ര സ്വർണ്ണം ഇടണം, എത്ര ഇമിറ്റേഷൻ ഇടണം, എത്ര റെന്റിന് എടുത്ത് ഇടണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കുക, അല്ലാതെ നിങ്ങളല്ല. പിന്നെ ഞാൻ നിങ്ങളോട് എന്തിനു സൂചിപ്പിക്കണം? നിങ്ങളല്ലേ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് ഒരു തരി പൊന്നു പോലും വേണ്ടെന്ന്. എന്നിട്ടും 20 പവന് സ്വർണം കൊണ്ട് വന്നില്ലേ? അന്ന് ചില്ലറ കാര്യ?
ഇക്കണക്കിന് നിങ്ങൾ പറഞ്ഞ പോലെ വന്നിരുന്നെങ്കിലോ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? എടി, ഒരാണ് കല്യാണം കഴിക്കാൻ വരുമ്പോഴേ അവൻ ഇതൊക്കെ പ്രതീക്ഷ തന്നെ കല്യാണം കഴിക്കാൻ വരിക. അല്ലെങ്കിൽ ഞങ്ങൾ നിന്റെ വീട്ടിൽ വന്നിട്ട് എന്തിനു പറയണം ഇത്ര പവൻ വേണമെന്ന്? എല്ലാരും ഇങ്ങനൊക്കെ തന്നെ പറയാ, ഒന്നും വേണ്ട, പൊന്ന് വേണ്ട, പെണ്ണിനെ മാത്രം മതിയെന്ന്. പക്ഷെ നിങ്ങളുടെ കുടുംബം മഹിമ വെച്ചിട്ടേ മാക്സിമം ആ പെണ്ണിന് കൊടുക്കേണ്ടത് അവളുടെ അച്ഛൻ്റെ അമ്മേന്റെ ഉത്തരവാദിത്തമാണ്. ഈ ചുറ്റുവട്ടത്ത് എല്ലാരും ഇങ്ങനൊക്കെ തന്നെ പെണ്ണടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇഷ്ടം പോലെ സ്വർണ്ണമുണ്ട്. അല്ലാണ്ട് ഞാൻ മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത്. വീട്ടുകാർ ഒന്നും വേണ്ടെന്ന് പറയുന്നത് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് പറയുന്നതാണ്. അല്ലാണ്ട് അത് വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതും തൂക്കി പിടിച്ച് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്, ഒരുമാതിരി ഉടുപ്പില്ലാത്ത പോലെ. അത് ശരി, ഞാൻ 20 പവൻ കൊണ്ടുവന്നത് നമുക്ക് ഒന്നുമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. വെറുതെ കിട്ടിയതല്ല അത്രയും സ്വർണം. 10-20 ലക്ഷം രൂപ ജ്വല്ലറിയിൽ എണ്ണി കൊടുത്തിട്ട് കിട്ടിയതാ. കല്യാണം എന്ന് പറഞ്ഞാലേ പൈസ ചെലവാകുന്ന കാര്യം തന്നെയാണ്. അല്ലാണ്ട് നീ എന്ത് വിചാരിച്ചേ? 1 രൂപ പോലും നിന്റെ അച്ഛന്റെ പോകരുത് നിനക്ക് വേണ്ടി ഇറക്കാണ്ട് ആരെങ്കിലും നിന്റെ വീട്ടിൽ നിന്നെ കെട്ടിക്കൊണ്ടോ വിചാരിച്ചോ? ഓ അങ്ങനെയാണെങ്കിലേ 20 ലക്ഷത്തിന് മുതൽ ഞാൻ കൊണ്ടുവന്നല്ലോ. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഈ കല്യാണം വരെ കടം വാങ്ങിയിട്ടാ കഴിഞ്ഞത്. ഇതുവരെ ആ കടം കൊടുത്തു തീർത്തിട്ടില്ലാന്ന് നിങ്ങളുടെ അമ്മേനോട് സംസാരിക്കാൻ ഞാൻ കേട്ടല്ലോ. സ്വന്തം കല്യാണം നടത്താൻ പോലും ഗതിയില്ലാത്ത ഒരാളാണോ എന്നോട് ഈ കണക്ക് എന്ന് പറയുന്നത്? നീ എന്താടി പറഞ്ഞത്? എന്റെ വീട്ടിൽ വന്നിട്ട് നീ ആളാ നിൽക്കുന്നോ? ഞാൻ ആളായതല്ല, കാര്യം പറഞ്ഞതാ. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോഴേ അവളെ നോക്കാനുള്ള പ്രാപ്തി ഉണ്ടാവണം. അല്ലാണ്ട് അവള് കൊണ്ടുവരുന്ന സ്വർണവും അവൾ അച്ഛൻ തരാനുള്ള സ്ഥലവും കണ്ടിട്ട് തന്റെ ജീവിതം മോടി പിടിപ്പിക്കാന്നുള്ള ഈ ചിന്തയില്ലേ, ആ ചിന്തയുള്ളവൻ ഈ പണിക്ക് ഇറങ്ങാൻ നിൽക്കരുത്. നിങ്ങളോട് ഞാനോ എന്റെ വീട്ടുകാരോ ഒരിക്കലും പറഞ്ഞിട്ടില്ല 100 പവന്റെ സ്വർണവും കാറും ബംഗ്ലാവും സ്ഥലവും ഒന്നും തരുന്നുള്ളത്. അന്ന് എന്റെ വീട്ടിൽ വന്നപ്പോ നിങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞൂടായിരുന്നോ? സ്വർണത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അന്ന് വരെ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാനെ. പിന്നെതാ ഇങ്ങനെ ഒരു ടോക്കിന് ഇടവരില്ലായിരുന്നു. ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരാടി. നിനക്ക് എന്നെ കുറിച്ച് അറിയില്ല. കാണിച്ചിട്ടുണ്ട് ഞാൻ. ഉലാത്തില് കഴിഞ്ഞെങ്കിലേ മഹാറാണി തിരിഞ്ഞു നോക്കുവോ? പോയി തട്ടിയടിക്കടി. മേലെ മുഴുവൻ ആലംകൊലയൊക്കെ എടുക്കാം മാറാല പിടിച്ചിട്ട്. തട്ടിയടിക്കാനോ ഈ സമയത്തോ? ഓ, നിന്റെ വീട്ടിലൊക്കെ ജാതകമൊക്കെ നോക്കി സമയം നോക്കിയിട്ടൊക്കെയാണോ തട്ടിയടിക്കല്? അമ്മയോട് വെച്ച് ഞാൻ ചെയ്യാം. വേഗം വേണം. വേഗം തട്ടിയടിച്ചിട്ടേ കുളി കഴിഞ്ഞ് അടുക്കളയിൽ കയറ്. സമയാസമയം തിന്നണ്ടേ? തന്തപ്പെട്ട റോബോട്ടൊന്നും വാങ്ങി വെച്ചിട്ടില്ല. പക്ഷെ ആക്സ് വേണം, ഷൂസ് വേണം, എന്തൊക്കെയാ അവളുടെ. രാവിലെ തന്നെ പണി കിട്ടിയില്ലേ? എന്തിനാടി വെറുതെ അമ്മേന്റെ വായിലിരിക്കുന്ന രാവിലെ തന്നെ കേൾക്കാൻ നിൽക്കുന്നത്? എന്തായാലും മഹാറാണി എന്നുള്ള ഇമേജ് എന്തായാലും പൊളിഞ്ഞു കിട്ടിയില്ലേ? ഇനിയേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെയുള്ള കുറെ പണികളൊക്കെ ഉണ്ടാവും. അത് അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു വാങ്ങാണ്ട് തന്നെ ചെയ്യാൻ പഠിക്കും. അതായിരിക്കും നിനക്ക് നല്ലത്. ഓഹോ, അപ്പൊ നിങ്ങൾ എന്നെ പണി പഠിപ്പിക്കാൻ ഇറങ്ങിയതാ അല്ലേ? ആണെങ്കിൽ അത് കൊള്ളാലോ. നിങ്ങൾ പറഞ്ഞ മുഴുവൻ അനുസരിച്ച് അതേപോലെ ഇവിടെ നിൽക്കണമെന്നോ? അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും. നീ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യുന്നോ? ഞാൻ എന്റെ വീട്ടുകാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. എന്നിട്ട് അവരുടെ കൂടെ ഇറങ്ങി ഇങ്ങോട്ട് പോകും. നിങ്ങളെ പോലെ ഒരുത്തനെ കെട്ടി എന്നുള്ള ഒരൊറ്റ സങ്കടം എനിക്കുള്ളൂ. എന്ന് വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഒപ്പം ജീവിക്കാൻ ഞാൻ ഒരൊറ്റ ആൾക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെതാ ഞാൻ ഇവിടുന്ന് പോകുകയാണെങ്കിലേ കരഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകും നിങ്ങൾ വിചാരിക്കണ്ട. അമ്മേന്റെയും മോന്റെയും പേരില് ഗാർഹിക പീഡനത്തിനും സ്ത്രീധനം ചോദിച്ചതിനും കേസ് കൊടുത്തിട്ടേ പോകും. ജീവിതകാലം മുഴുവൻ 2 കൂടി ജയിലിന്റെ ഉള്ളിൽ കിടക്കേണ്ടി വരും. തൽക്കാലം അമ്മ പറഞ്ഞ പണി മോനെ കഴിച്ചേ. ഇതാ ഞാൻ എന്റെ പെട്ടിയും തുണിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. ഏത് നിമിഷം ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താ മുറ്റം ചെറുതായി തോന്നുന്നുണ്ടോ? അല്ല,
അവിടെ 50 സെന്റ് സ്ഥലവും പറമ്പും മുറ്റൊക്കെ കൊണ്ട് വിശാലമായി കിടക്കുകയല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മ എന്തിനാ അമ്മ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്? കുറെ സ്വർണ്ണവും സ്ഥലം ഉണ്ടെന്ന് കള്ളം പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വന്നത്. അയ്യോ, ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിലേ ഉള്ള സ്വർണ്ണം ഇട്ടിട്ട് വന്നാ പോരെ? എന്തിനാ വാടകയ്ക്കെടുത്ത് മുക്ക് കൊണ്ടിട്ടിട്ട് വന്നത്? ഞങ്ങളെ കളിപ്പിക്കാൻ പറഞ്ഞിട്ടാ? നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഒന്നും കാണിച്ചു വിടേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് വേണ്ട സ്വർണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 20 പവനാണല്ലോ വലിയ സ്വർണം. 100 പവനും കാറും കൊണ്ടുവന്ന പിള്ളേർ എവിടെയൊക്കെ ഉള്ളത്? അങ്ങനെ 100 പവനും കാറൊക്കെ കൊണ്ടുവരണമെങ്കിലേ നിങ്ങൾക്ക് ഈ ആസ്തി ഉണ്ടായാൽ മതിയോ? ഇവിടെ വെറും 5 സെന്റ് സ്ഥലവും മോന് സാധാരണ ഒരു ജോലിയിലുള്ളത്. അതിന് ഞാൻ കൊണ്ടുവന്നെ കൂടുതലാ. എന്താടി നീ ആരോടാ സംസാരിക്കുന്നത്? എന്റെ മോനെ നിന്റെ കുടുംബത്തിലെ ലോക്കൽ കുടുംബത്തിൽ ഞങ്ങൾ പെണ്ണെടുത്ത് ഞങ്ങൾ പെട്ടുപോയതാ. ആ ബ്രോക്കർ പഠിച്ചതാ ഞങ്ങളെ. നല്ല നല്ല ആലോചന വന്നതാ. അതൊക്കെ വേണ്ട വെച്ചിട്ടാണ് ആ കള്ള ബ്രോക്കർ അത്ര തരും ഇത്ര തരും പറ്റിച്ചത് ഞങ്ങളെ. അതിന് ബ്രോക്കർ നിങ്ങളെയല്ല ഞങ്ങളെയാണ് പറ്റിച്ചത്. എനിക്ക് എത്രമാത്രം നല്ല കല്യാണാലോചനകൾ വന്നതാണെന്നറിയോ? ഇത് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇറക്കി കല്യാണത്തിന്റെ ചെലവ് പോലും നടത്താൻ പറ്റാണ്ട് കടമായും കല്യാണം കഴിക്കുന്ന ഒരുത്തന്റെ ഭാര്യയായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയും വലിയ ഗതികേട് എനിക്കിനി വരാനില്ല. അതും പോരാണ്ട് എന്തിനും ഏതിനും കണക്ക് പറയുന്ന ഒരു എച്ചി അമ്മായിയമ്മയും. ആരേടി നീ എച്ചി എന്ന് പറയുന്നത്? നിന്നെ ഏത് ഷാരൂഖ് വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് പോകും പറഞ്ഞിട്ടാ? എന്റെ മോനെ പോലെ ഒരു മോനെ ഇവിടെ മഷിയുടെ തെരഞ്ഞാൽ കിട്ടില്ല. എന്റെ മോന്റെ ജീവിതവും കളഞ്ഞിട്ട് ഇവിടെ ചുറ്റും ആൾക്കാരുണ്ട്. നീ അകത്ത് വാ, എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ബാക്കി കളഞ്ഞിട്ട് ഡയലോഗ് അടിക്കാൻ നിൽക്കുന്നു. നീ ബാക്കി അകത്ത് വാ, ചുറ്റും ആൾക്കാരുണ്ട്. കേട്ടോടാ നിന്റെ ഭാര്യ പറയുന്നത്? അവളെ കല്യാണം കഴിക്കുന്ന എനിക്ക് ഒരു യോഗ്യത ഇല്ലാത്രേ. ഏതോ ഫിലിപ്സിന്റെ ആലോചന വന്നതാണെന്ന്. എന്നിട്ട് അത് വേണ്ട വെച്ചിട്ടാണ് അത്ര നിന്നെ കെട്ടിയത്. അങ്ങനെയൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അമ്മ വെറുതെ നുണ പറയാൻ നിൽക്കണ്ട. പിന്നെ ഒന്നുമില്ലാതെ നീ ആരുടെ കൊണ്ടുപോവുക? നീ എന്താ ലോകസുന്ദരിയോ ഐശ്വര്യറായാണോ നിന്റെ വിചാരം? അങ്ങനെ 100 പവനും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിലേ ഇവിടെ ഉണ്ടല്ലോ ഒരു പെൺകുട്ടി. അതിന് മിനിമം ഒരു 200 പവനെങ്കിലും കൊടുത്ത് കെട്ടിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നാ പിന്നെ നിങ്ങൾ പറഞ്ഞ് ഞാൻ അംഗീകരിക്കാം. ഇതിപ്പോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന് 20 പവനല്ലേ, അതൊക്കെ എത്രയോ കൂടുതലാ നിങ്ങളുടെ ഈ സിറ്റുവേഷന്. കേട്ടോ അവള് പറയുന്നത്? കല്യാണം കച്ചവടമാണത്രേ അവൾക്ക്. അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താലേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. അവള് വിൽക്കാൻ വശമാണല്ലോ അവിടെ. ഈ കല്യാണം ഇപ്പൊ നിങ്ങൾക്ക് കച്ചവടമായിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ പിന്നെ എനിക്കും കണ്ടൂടെ? 5 പൈസ കൈ നിറക്കാണ്ട് ചുളിവില് കോടീശ്വരന്മാരാകാൻ നോക്കി നിങ്ങളല്ലേ. നിങ്ങൾ എന്നെ വിലക്ക് വാങ്ങിയതാണല്ലോ പെട്ടെന്ന് പണക്കാരാകാൻ വേണ്ടിയിട്ട്. അതിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും നാട്ടില് അമ്മായിയമ്മയ്ക്ക് സ്ത്രീധനം കൊണ്ട് കൊടുക്കാന്നുള്ള ഏർപ്പാടുണ്ടോ? ഞാനിപ്പോ 100, 200, 300 പവൻ കൊണ്ടുവന്നോട്ടെ, അത് ഞാൻ നിങ്ങൾക്ക് തരുമോ? എനിക്കല്ലേ കൊണ്ടുവരാ. ഇപ്പൊ എന്റെ കയ്യിലുള്ള 20 പവൻ അത് നിങ്ങളുടെ അല്ല, മോന്റെ അല്ല, അത് എന്റെയാണ്. കേട്ടോ പറഞ്ഞിട്ട് പോകുന്നത്? നീ അതെല്ലാം കൊടുക്കും മറുപടി തന്നെ പറഞ്ഞു. അവള് പറഞ്ഞാൽ എന്ത് തെറ്റമുള്ളത്? അമ്മ സംസാരിക്കുന്നവർ സംസാരിച്ചിട്ടുണ്ടെങ്കിലേ ഏത് പെണ്ണാണ് ഇങ്ങനെ അല്ലാണ്ട് വേറെ എങ്ങനെ മറുപടി തരിക? ഈ കല്യാണം കച്ചവടാക്കിയത് അവളല്ല, നമ്മളാണ്. അവള് 100 പവൻ സ്വർണം വിട്ട് കുറെ സ്ഥലം വാങ്ങി കോടീശ്വരന്മാരാവണമെന്ന് വിചാരിച്ചതേ നമ്മൾ രണ്ടുപേരാ. വെറുതെ ഞാൻ അവളെ ചന്തേന്ന് വാങ്ങിയതൊന്നല്ലമ്മേ. കുറെ സ്ഥലങ്ങളിൽ പെണ്ണ് കണ്ടിട്ട് മടുത്ത് ലാസ്റ്റ് എങ്ങനെയോ ഒരു നല്ല കുടുംബം കിട്ടിയതാ. അതും കൂടെ അമ്മ ഇല്ലാണ്ടാക്കരുത്. പിന്നെ മാറാണ്ട് ഇനിയും ഞാൻ മാറിയില്ലെങ്കിലേ അവളെ വഴിക്കാൻ കിട്ടിട്ട് പോകും. പിന്നെ എനിക്ക് ജീവിതം ഉണ്ടാവില്ല. അതമ്മയൊന്ന് മനസ്സിലാക്ക്.